ഹായ്. കേരള പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോഷ്യൽ സയൻസ് പാഠഭാഗം ഏതാണ്? 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ കേരള പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാഠം 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം 1 ടെക്സ്റ്റ് ബുക്കിലെ കേരളം ആധുനികതയിലേക്ക് എന്ന പാഠമാണ്. കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന പി എസ് സി പരീക്ഷകളിലെല്ലാം തന്നെ ഈ അധ്യായത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് 1741 കുളച്ചൽ യുദ്ധത്തിലാണ്. 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിടുന്നത്. ബ്രിട്ടീഷുകാരും മൈസൂർ ഭരണാധികാരികളും തമ്മിലാണ് ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ടത്. ഈ സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാരുടെ കൈവശമായി. വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് 1924 ഈ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് 1931 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 എന്നാൽ മലബാറിൽ 1947 ജൂൺ 2 ക്ഷേത്രപ്രവേശന വിളംബരം. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് 1916 പാലക്കാട് വച്ചായിരുന്നു. ആനി ബസന്റ് ആയിരുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ. മൈസൂർ രാജാക്കന്മാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് പഴശ്ശിരാജയായിരുന്നു. അതിന് പ്രത്യുപകാരമായി പഴശ്ശിരാജയ്ക്ക് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം നൽകാമെന്ന് അവർ ഏറ്റിരുന്നു. എന്നാൽ പിന്നീട് ഈ വാഗ്ദാനം ബ്രിട്ടീഷുകാർ പാലിച്ചില്ല. മാത്രവുമല്ല, വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ഇത് രണ്ടും പഴശ്ശിരാജയെ ചൊടിപ്പിച്ചു. അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നയിച്ചു. 1805 നവംബർ 30 ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയെ വധിച്ചു. പഴശ്ശി കലാപങ്ങൾ അടിച്ചമർത്തിയ മലബാറിലെ സബ് കളക്ടർ തോമസ് ഹാർവേ ബാബറാണ്. 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയാണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരങ്ങൾക്ക് എതിരെയായിരുന്നു തിരുവിതാംകൂറിൽ പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. ഈ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. 1936 കൊച്ചി രാജ്യത്താണ് ഇലക്ട്രിസിറ്റി സമരം നടക്കുന്നത്. ദിവാനായിരുന്ന ഷൺമുഖം ചെട്ടി കൊച്ചിയിലെ വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെയായിരുന്നു ഇലക്ട്രിസിറ്റി സമരം നടക്കുന്നത്. കേരളം ആധുനികതയിലേക്ക് എന്ന അധ്യായത്തിൽ നിന്ന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസും അവയുടെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനിയും ചോദ്യങ്ങൾ ഈ അധ്യായത്തിൽ നിന്ന് കേരള PSC ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.